ഹലോ ഫ്രണ്ട്സ്, റീനാസ് ബ്യൂട്ടി കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എന്റെ പേര് റീന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തുളസി ഇലയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആന്റി ഓക്സിഡന്റുകളും മറ്റ് സംയുക്തങ്ങളും അടങ്ങിയ തുളസിയില പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. പതിവായി തുളസിയില കഴിക്കുന്നത് ജലദോഷം, പനി തുടങ്ങിയ അണുബാധകളെ പ്രതിരോധിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശ്വസനാരോഗ്യത്തിന് ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളെ അകറ്റാൻ തുളസിക്ക് കഴിവുണ്ട്. ശ്വാസനാളിയിലെ വീക്കം കുറയ്ക്കാനും കഫക്കെട്ട് ഇല്ലാതാക്കാനും ആസ്മ, ബ്രോങ്കൈറ്റിസ്, ചുമ തുടങ്ങിയവയിൽ നിന്ന് ആശ്വാസമേകാനും തുളസി സഹായിക്കുന്നു. സമ്മർദ്ദം കുറയ്ക്കുന്നു. കോർട്ടിസോളിന്റെ അളവ് നിയന്ത്രിച്ച് സമ്മർദ്ദം കുറയ്ക്കാൻ തുളസി സഹായിക്കുന്നു. മനസ്സിനെ ശാന്തമാക്കാനും മനോനില മെച്ചപ്പെടുത്താനും തുളസിയിലയ്ക്ക് കഴിവുണ്ട്. സമ്മർദ്ദവും ഉത്കണ്ഠയും അകറ്റാൻ പതിവായി തുളസിയില കഴിച്ചാൽ മതിയാകും. നല്ല ദഹനത്തിന് ഉദരത്തിലെ ആസിഡുകളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് ദഹനം എളുപ്പമാക്കാൻ തുളസിയില സഹായിക്കുന്നു. ബ്ലോട്ടിംഗ് അഥവാ വയറ് കമ്പിക്കൽ കുറയ്ക്കാൻ ഇതിന് കഴിവുണ്ട്. തുളസിയുടെ ആന്റിബാക്ടീരിയ ഗുണങ്ങൾ ഉദരത്തിലെ ബാക്ടീരിയകളുടെ സന്തുലനത്തിനും അങ്ങനെ ദഹന വ്യവസ്ഥയെ ആരോഗ്യമുള്ളതാക്കി നിലനിർത്താനും സഹായിക്കുന്നു. ഹൃദയാരോഗ്യത്തിന് ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ തുളസി രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. സന്ധിവേദനയ്ക്ക് പരിഹാരം തുളസി ഇലയിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സന്ധിവേദനയും വീക്കവും കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. സന്ധിവാതമുള്ളവർക്ക് ഇതേറെ ആശ്വാസം നൽകുന്നതാണ്. ചർമ്മ ആരോഗ്യത്തിന് മുഖക്കുരു, എക്സീമ, ചർമ്മത്തിലെ മറ്റ് അണുബാധകൾ എന്നിവ അകറ്റാൻ ആന്റിബാക്ടീരിയ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള തുളസിക്ക് കഴിവുണ്ട്. തിളങ്ങുന്ന ചർമ്മം ലഭിക്കാനും പ്രായമാകലിന്റെ ലക്ഷണങ്ങളെ പ്രതിരോധിക്കാനും തുളസിയില സഹായിക്കുന്നു. വായുടെ ആരോഗ്യത്തിന് വായിലെ അണുബാധകൾ തടയാനും വായനാറ്റം കുറയ്ക്കാനും ആന്റിബാക്ടീരിയ ഗുണങ്ങളുള്ള തുളസിയിലയ്ക്ക് കഴിയും. തുളസിയില ചവയ്ക്കുന്നതും വായിൽ തുളസിവെള്ളം കവിൾ കൊള്ളുന്നതും മോണകളെയും പല്ലുകളെയും ആരോഗ്യമുള്ളതാക്കുകയും വായിലെ ബാക്ടീരിയകളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. വൃക്കകളുടെ ആരോഗ്യത്തിന് ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ തുളസിയിലയ്ക്ക് കഴിവുണ്ട്. മൂത്രത്തിന്റെ ഉൽപാദനം കൂട്ടി വൃക്കയിലെ ചെറിയ കല്ലുകളെ പുറന്തള്ളാൻ ഇത് സഹായിക്കുന്നു. അങ്ങനെ വൃക്കയുടെ ആരോഗ്യത്തിന് ഇത് സഹായിക്കും. അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് തുളസിയില കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവർ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് കഴിക്കുക. കാരണം തുളസിക്ക് രക്തം നേർപ്പിക്കാനുള്ള ഗുണമുണ്ട്. ഗർഭാവസ്ഥയിൽ ഉയർന്ന അളവിൽ തുളസി കഴിക്കുന്നത് ഒഴിവാക്കുക. തുളസിയിലയിൽ നേരിയ തോതിൽ മെർക്കുറി, ഇരുമ്പും അടങ്ങിയിരിക്കുന്നതിനാൽ ദിവസവും ഒരുപാട് ഇലകൾ പല്ലുകൊണ്ട് ചവച്ചരച്ച് കഴിക്കുന്നത് പല്ലിന്റെ ഇനാമലിന് നല്ലതല്ല. ഇലകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിക്കുന്നത് ഏറെ ഉത്തമമാണ്. തുളസി നീര് ഒറ്റയ്ക്ക് കഴിക്കുകയോ മറ്റു ജ്യൂസുമായി കലർത്തി കഴിക്കുകയോ ചെയ്യാവുന്നതാണ്. തുളസി ഇലകൾ ചായയിലോ മറ്റു പാനീയങ്ങളിലോ കലർത്തി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും തുളസിയിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.